നമസ്കാരം. ഇറാനിൽ ട്രംപ് നയതന്ത്രം അപ്പാടെ പാളിയതാണ് US-ഇറാൻ ചർച്ചകളിൽ അനിശ്ചിതത്വം നിറയാൻ കാരണം. പറഞ്ഞ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്ത ട്രംപിന്റെ ശൈലി കാരണമാണ് ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്തിരിയാനും കാരണം. പാകിസ്ഥാൻ മധ്യസ്ഥരുടെ സഹായത്തോടെ നടന്ന പിൻവാതിൽ ചർച്ചകളിലൂടെ US-ഇറാൻ ഉദ്യോഗസ്ഥർ ഒരു കരാർ ചട്ടക്കൂടിലേക്ക് എത്തിയതായിരുന്നു. എന്നാൽ തുടർച്ചയായി മാറിമറിഞ്ഞ ട്രംപിന്റെ നിലപാടുകളാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമായത്. അടിക്കടി ട്രംപ് നിലപാട് മാറ്റിയതോടെ ഇറാൻ ഭരണകൂടം ട്രംപിനെ സംശയത്തോടെയാണ് കണ്ടത്. വിശ്വസിക്കാൻ കൊള്ളാത്ത നേതാവായി ട്രംപിനെ വിലയിരുത്തുകയും ചെയ്തു. ഇതോടെ ഹോർമസിൽ US തുടരുന്ന ഉപരോധം പിൻവലിക്കാതെ ചർച്ചകൾക്കില്ലെന്ന നിലപാടും ഇറാൻ സ്വീകരിച്ചു. ട്രംപിന്റെ നിലപാടുകളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും രംഗത്തിറങ്ങി. ഇറാൻ US ചർച്ചകളെ മുഖവിലക്കെടുക്കാൻ അവർ തയ്യാറായില്ല. ഇത് ഇറാൻ ഭരണകൂടത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. IRGCയെ പിന്തള്ളി മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇറാൻ ഭരണകൂടം. ദീർഘകാലത്തേക്ക് ആണവ സമ്പുഷ്ടീകരണം നിർത്തലാക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ട് ട്രംപ് പരസ്യമായി ചർച്ചകളെ തള്ളിപ്പറഞ്ഞതും സ്ഥിതി വഷളാക്കി. ഉപരോധങ്ങളിൽ ഇളവ് വരുത്തണമെന്നും ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ ജലപാതകളുടെ നിയന്ത്രണം വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായില്ല. ഇറാനും US തമ്മിൽ താൽക്കാലിക വെടിനിർത്തലുണ്ടെങ്കിലും ഒമാൻ ഉൾക്കടലിൽ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച ഒരു ഇറാനിയൻ ചരക്ക് കപ്പൽ US നേവി തടഞ്ഞു നിർത്തി പിടിച്ചെടുത്തത് സംഘർഷം ഇപ്പോൾ കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വെടിനിർത്തൽ കാലാവധി എപ്പോൾ വരെയെന്ന് പോലും വ്യക്തമല്ലാത്ത അവസ്ഥയാണ്. വെടിനിർത്തൽ തുടരാൻ കഴിയില്ലെന്നാണ് ട്രംപിന്റെ പറച്ചിൽ. ഇറാനിലെ പോലുള്ള പ്രശ്നങ്ങൾ US ഭരണകൂടത്തിലുമുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലെ അടുത്ത റൗണ്ട് ചർച്ചകളിൽ പങ്കെടുക്കില്ലെന്നാണ് ട്രംപ് ആദ്യം സൂചിപ്പിച്ചത്. എന്നാൽ US പിന്നീട് അത് തിരുത്തി. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അപ്പാടെ ആശയക്കുഴപ്പം നിറഞ്ഞതാണ്. ഇതാണ് US-ഇറാൻ ചർച്ചകളെ അട്ടിമറിച്ചത്. ഫെബ്രുവരി 28-ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണമാണ് ഇറാൻ യുദ്ധത്തിന് വഴിവെച്ചത്. യുദ്ധത്തിൽ ഇറാൻ സാമ്പത്തികമായി അല്ലാതെയും പാടെ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പടപൊരുതാനുള്ള ശേഷി ഉപയോഗിച്ചാണ് ഈ രാജ്യം ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത്. ഇറാൻ യുദ്ധം കഴിയാത്തതിനാൽ പ്രശ്നക്കുരുക്കുകളിൽ നിന്നും മോചിതമാകാൻ ലോകരാജ്യങ്ങൾക്കും കഴിയാത്ത അവസ്ഥയാണ്.